ഹായ് ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരെ ഇന്നൊരു 5 മണി 5:30 ആ ഒരു ടൈം ആയിട്ടുണ്ട്. നമ്മൾ നേരെ ഒരു വർക്ക്ഷോപ്പിലേക്ക് പോവുകയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഷെഡിനകത്ത് ഒരു സാധനം വന്ന് കിടപ്പുണ്ട്. ഓക്കെ, നമ്മൾ അവൻ്റെ അടുത്തോട്ട് പോവുകയാണ്. ഗൈസ്, അതാണ്. അപ്പോൾ നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് വണ്ടികളുടെ ഒരു ഷോറൂം തുടങ്ങാൻ പോവുകയാണ്. സെക്കൻഡ് ഹാൻഡ് വെഹിക്കിൾസ് ഷോറൂം തുടങ്ങാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ കൊണ്ടുവന്നൊരു മുതലാണിത്. സ്കോർപ്പിയോ, നമ്മുടെ മഹേന്ദ്ര സ്കോർപ്പിയോ ആണ്. കിടിലൻ വണ്ടിയാണ് ഗൈസ്. ഇപ്പോഴും വൻ ഡിമാൻഡുള്ളൊരു സാധനമാണ്. മാഫിയ കാർ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഫുൾ ബ്ലാക്ക് ഒക്കെ അടിച്ചാലും നല്ല കിടിലൻ മാഫിയ ലുക്കാണ്. ബാക്കിലൊരു ടയറും കൂടെ എടുത്ത് വെച്ചാൽ സെറ്റായി. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി, കണ്ടില്ലേ? അപ്പോൾ നമ്മൾ ഇന്നലെ കുറച്ച് ദിവസം മുന്നേ വാങ്ങിച്ചതാണ്. അപ്പം നല്ല കിടിലൻ എൻജിനും കാര്യങ്ങളൊക്കെയാണ്. അത്യാവശ്യം നല്ല ടോർക്കുണ്ട്, നല്ല കയറ്റവും, അതുപോലത്തെ കുറച്ച് നല്ല അടിപൊളി റോഡുകളൊക്കെ അടിപൊളിയായിട്ട് കയറിപ്പോകും. പിന്നെ ഒരു സെക്കൻഡ് ഹാൻഡ് സ്കോർപ്പിയോ വാങ്ങുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണമല്ലോ. ഇതിൻ്റെ ക്വാളിറ്റി കുറച്ച് കുറവാണ് അത്യാവശ്യം. അതായത് ഇൻറ്റീരിയറിലൊക്കെ ഹൈവേയിൽ കൂടെ നമ്മൾ ഭയങ്കര സ്പീഡിൽ പോകാൻ നേരം ഈ സൈഡ് ബോഡി ഇങ്ങനെ കിടന്ന് കുലുങ്ങാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കണം. ചരിയുന്ന പോലെ നമുക്ക് തോന്നും ഗൈസ്. ഓക്കെ, പിന്നെ ഇൻറ്റീരിയർ ഫീച്ചർ എന്ന് പറയുവാണെങ്കിൽ ഇന്നത്തെ നമ്മുടെ ഇപ്പോഴത്തെ പുതിയ വണ്ടികളെ അപേക്ഷിച്ച് കുറവായിരിക്കും, എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മുടെ സ്കോർപ്പിയോ ഒക്കെ എന്നാലും പണ്ടത്തെ അതേ ഒരു ഡിമാൻഡ് കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഉള്ള വണ്ടിയാണ്. നമ്മൾ ഫുൾ ബ്ലാക്ക് അടിക്കണോ അല്ല ഇങ്ങനെ തന്നെ സെയിൽ ചെയ്യണമെന്നാണ് അറിയാത്തത്. ചിലർക്ക് ഇങ്ങനെ തന്നെ എടുത്തുകൊണ്ട് മോഡിഫൈ ചെയ്യാനൊക്കെ ഇഷ്ടമായിരിക്കും. അപ്പോൾ അങ്ങനെ വേണം. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നമ്മൾ എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നൊക്കെ. ഇപ്പോൾ ചെറിയ ചെറിയ ഓഫ് റോഡിങ്ങിനും പിന്നെ നമ്മുടെ ഈ പരുക്കൻ റോഡിലൊക്കെ ഓടിക്കാനും പറ്റിയൊരു റൗഡി ലുക്കുള്ളൊരു SUV ആണ് ഗൈസ്. കുറഞ്ഞ ബഡ്ജറ്റിൽ നോക്കുന്നവർക്ക് ഈ സെക്കൻഡ് ഹാൻഡ് സ്കോർപ്പിയോ മികച്ചൊരു ചോയ്സാണ്. നമ്മുടെ ഷോറൂമിലെ ആദ്യ വണ്ടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യണേ. ഓക്കെ, പിന്നെ ഈ വണ്ടിക്ക് റീപ്ലേസ്മെൻറ്റ് വന്നേക്കുന്നതെന്ന് വെച്ചാൽ ബാക്കിലെ ഗ്ലാസ് കണ്ടില്ലേ? ബാക്കിലെ ഗ്ലാസും ഫ്രണ്ടിലെ വിൻഡ് ഷീൽഡും ഒറ്റയൊരു വട്ടം റീപ്ലേസ്മെൻറ്റ് വന്നേക്കുന്നതാണ്. ഓക്കെ, അതൊക്കെ അതൊന്നും വലിയ സീനില്ല. അത്യാവശ്യം നല്ല വിസിബിളായിട്ടുണ്ട്. നിങ്ങൾ തന്നെ ഇപ്പോൾ നോക്കുക ഗൈസ്, നല്ല വിസിബിലിറ്റി ഇല്ലേ, പൊളിയാണ്. പിന്നെ AC വെൻറ്റിൽ കൂടെ ഈ തണുപ്പൊക്കെ ഇച്ചിരി കുറവാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് റെഡിയാക്കണം. നമ്മൾ വർക്ക്ഷോപ്പിൽ കൊടുത്ത് ഒരു 10-15 ദിവസം കഴിഞ്ഞേ എടുക്കത്തുള്ളൂ. പണിയെല്ലാം തീർത്തു. ഇവിടെ ബ്ലോക്കാണല്ലോ എപ്പോഴും, നാശം പിടിച്ച് ഇവിടെ ഭയങ്കര പണിയാണ്. ഇന്നോവ എടുത്തുകൊണ്ട് വരാൻ നന്നായി. ഇന്നോവ നമ്മുടെ ഗ്യാരേജിൽ കിടക്കുവാണ്, നമ്മുടെ മറ്റേ ഷെഡിൽ ബസ് കിടക്കുന്നിടത്ത്. ഓക്കെ, ഇവിടുന്ന് നമ്മുടെ ഡ്രൈവിംഗ് സ്കിൽ ഉപയോഗിച്ച് നമ്മൾ വളരെ റിസ്ക് എടുത്തുകൊണ്ട് നമ്മുടെ സ്കോർപ്പിയോനെ ഇറക്കിക്കൊണ്ട് പോവുകയാണ്. ഓക്കെ, ഇതേ ഫ്രണ്ടിൽ പാസൊക്കെ അടിക്കുവാണ്. ഒരു ട്രെയിലറാണ് ഇടിച്ച് കിടക്കുന്നത്. നമ്മുടെ കണ്ടെയ്നർ വീഴാതിരുന്നാൽ മതിയായിരുന്നു. നമ്മുടെ ഡ്രൈവിംഗ് സ്കില്ല് ഡ്രൈവിംഗ് സ്കില്ല് ഉപയോഗിച്ച് വണ്ടി ഇറക്കുവാണ്. അവൻ കിടന്ന് പാസ് അടിക്കുമോ, നമ്മൾ മാറിയാൽ പോത്തുമില്ല. അങ്ങനെയൊക്കെ എന്തോ ഇതിനാടാ പാസ് അടിച്ച് കാണിക്കുന്നത്. ഓക്കെ, തട്ടാതെ ഇറങ്ങണം. തട്ടിയാൽ സീനൊന്നും ഇല്ല, കാരണം ഫ്രണ്ടിൽ കുറച്ച് പണി വരുന്നുണ്ട്. നമ്മുടെ ബമ്പറിനും അതുപോലെ ബോണറ്റയിലും കുറച്ച് പുട്ടിയടിക്കുകയൊക്കെ വേണം. നമ്മളിവിടെ സീനാണ്. ഇവിടെ വലത്ത് പിടിച്ച് പോകാനേ പറ്റത്തുള്ളൂ. ഓക്കെ, ഇതുവഴി ഇറക്കാൻ നമുക്ക് ആ ഫുട്പാത്തിലോട്ട് വണ്ടി കയറ്റേണ്ടി വരും. ബമ്പറൊക്കെ തട്ടിയാൽ സീനില്ല, കാരണം ഇവൻ്റെ തട്ടത്തില്ല കേസ്. ഇവനൊരു SUV ഓഫ് റോഡറല്ലേ, അപ്പം സീനില്ല. കുതിച്ച് ചാടി അങ്ങ് ഇറങ്ങിയിട്ടുണ്ട്. ഒന്നാമത് ഇവിടെ ഇറക്കവുമാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ നമ്മുടെ ഡ്രൈവിംഗ് സ്കില്ലുകളെല്ലാം ഉപയോഗിച്ച് വണ്ടി അവിടെ നിന്ന് ഇറക്കിയിട്ടുണ്ട്. എന്തായാലും ഇനി അങ്ങോട്ട് പോകുന്ന വഴിയിൽ ബ്ലോക്ക് കാണുമോയെന്ന് അറിയത്തില്ല, കാണാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ സീറ്റിംഗ് പൊസിഷനൊക്കെ ഒന്ന് മാറ്റട്ടെ. നമുക്കൊന്നും കാണുന്നില്ല റോഡിലോട്ട്, സീറ്റൊക്കെ ഭയങ്കര താന്നാണ് ഇരിക്കുന്നത്. ഓക്കെ, നമ്മളെല്ലാം പൊക്കി സെറ്റാക്കിയൊക്കെ വെച്ചു. ഓക്കെ, ഇപ്പം നല്ല മഴയാണ്. ഓക്കെ, നമ്മുടെ വണ്ടി ഇവിടുന്ന് നല്ല സ്റ്റെബിലിറ്റി ഉണ്ട് ഗൈസ്. നിങ്ങൾ വേണമെങ്കിൽ ഓടിച്ചിട്ട് നോക്കി ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് വണ്ടി എടുത്താൽ മതി. ഓക്കെ, ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കണം, എന്നിട്ട് എടുത്താൽ മതി. അപ്പം നമ്മൾ കടയിൽ നമ്മുടെ വർക്ക്ഷോപ്പിൽ കൊടുത്ത് സെറ്റാക്കിയിട്ട് ഇവനെ വിൽക്കാൻ വെക്കുന്നുള്ളൂ. ഓക്കെ, നമ്മളിത് വൈപ്പറൊക്കെ ഇട്ട് പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മറ്റേ ഓണറിന് ഇത് കൊടുത്തിട്ട് നമുക്കിത് തന്നിട്ട് വേറെ ഏതോ വണ്ടി എടുക്കാനാണ്. അതായത് താറോ അതുപോലെ എന്തോ ഒരു SUV എടുക്കാനാണ് പ്ലാൻ. അപ്പോൾ എന്തായാലും ഇത് ഒരു അടിപൊളി കയറ്റമൊക്കെയാണ്. ഇപ്പം തന്നെ നിങ്ങൾ നോക്കുക ഈ ഒരു എക്സ്പീരിയൻസ് നമ്മുടെ വണ്ടി കയറ്റം കയറുമ്പോഴും ഒക്കെ ഉള്ള ഇനിയും വരുന്നുണ്ട് കുറേ കയറ്റം ഇറക്കമൊക്കെ. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് മാത്രം വണ്ടി വാങ്ങിക്കുക. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്, നമ്മൾ വണ്ടി ഓടിച്ച് നോക്കുക. വന്നിട്ട് ഇനിയും വണ്ടിയുടെ എൻജിൻ ബൂസ്റ്റൊക്കെ ചെയ്യണം.
ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ഉച്ചയായിട്ടുണ്ട്. നമ്മൾ വർക്ക്ഷോപ്പിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നമ്മളെന്തായാലും ഫുഡ് കഴിക്കാൻ വേണ്ടി ഉച്ചയ്ക്ക് നിർത്തിയതാണ് ആ ഒരു ഹോട്ടലിൽ ബാക്കി കാണുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ വണ്ടി ഇവിടെ എങ്ങും പാർക്ക് ചെയ്യാനായിട്ട് പറ്റാതെ അവിടെ കൊണ്ടാണ് പാർക്ക് ചെയ്തേക്കുന്നത്. എന്തുകൊണ്ട് കണ്ടില്ലേ, അവിടെ കൊണ്ടാണ്. ഇനി വണ്ടി ഇല്ലെന്ന് അറിഞ്ഞിട്ട് അങ്ങോട്ട് കയറണം. ഒരു ലോറി വരുന്നുണ്ട്, അവനും അങ്ങ് പോട്ടെ. ഓക്കെ, ഇവിടെ ഒരു ബൈക്കിൻ്റെ ഒരു ഷോറൂമാണ്. ഇതൊരു ഹോണ്ടയുടെ എങ്ങാണ്ടാണ്. അപ്പുറത്തൊരു പച്ചക്കറിക്കടയാണ്. അതിൻ്റെ ഫ്രണ്ടിലൊന്നും വണ്ടി പാർക്ക് ചെയ്യാനൊന്നും പറ്റത്തില്ല. ഓക്കെ, മുമ്പേ രാത്രി ആയതുകൊണ്ട് കറക്റ്റായിട്ട് കാണാൻ പറ്റിയില്ലെങ്കിൽ എല്ലാവരും കണ്ടോ. ഫ്രണ്ടിലെ പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ, ചെറിയൊരു ചളുക്കം മാറ്റണം, പിന്നെ കുറച്ച് പുട്ടി അടിക്കണം, അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് വണ്ടി നൈസായിട്ട് റിവേഴ്സ് എടുത്തങ്ങ് പോവാം. ഓക്കെ, ഇനി നേരെ കുറച്ച് ദൂരമേ ഉള്ളൂ നമ്മുടെ വണ്ടി എത്തിക്കേണ്ട സ്ഥലവും കാര്യങ്ങളൊക്കെ. അതെ, ഇപ്പം നമ്മുടെ ഇൻറ്റീരിയർ പക്കായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മുടെ പകൽ ഉച്ചയായിട്ടുണ്ട്. ഓക്കെ, നമുക്ക് വലത്തോട്ടെടുക്കാം. പോട്ടെ, റൈറ്റ്. ഓക്കെ, അപ്പോൾ എന്തായാലും നേരെ പോവാം. ഇനി ഇവിടുന്ന് കുറച്ച് ദൂരം കൂടെ ഉള്ളൂ നമ്മുടെ ആ വർക്ക്ഷോപ്പ്. ഓക്കെ, ഇത് നമ്മുടെ മഹീന്ദ്ര സ്കോർപിയോ സെക്കൻഡ് ഫേസ് ലിഫ്റ്റാണ്. ഇതൊരു 2006, 2014, അതായത് 2006നും 2014 ഇടയിൽ ആ ഒരു റേഞ്ചിൽ ഇറങ്ങിയ ഒരു വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ അധികം പഴക്കമൊക്കെ ഉള്ള ഒരു വണ്ടിയാണ് കുറച്ച്. ഓക്കെ, അപ്പം ഇതിൻ്റെ എൻജിൻ എന്ന് പറയുകയാണെങ്കിൽ 2.6 ലിറ്റർ CRD എൻജിനാണ്. 2006, 2008 മോഡലുകളിലെല്ലാം വന്നിരുന്ന ഒരു കിടിലൻ എൻജിനാണ്. എംഹോങ്ങിൻ്റെ എൻജിനാണ് ഗൈസ്. ഓക്കെ, 2008 ആ ഒരു റേഞ്ചിൽ മഹീന്ദ്ര കൊണ്ടുവന്നൊരു കിടിലൻ എൻജിനാണ്. അതിന് നല്ല പവറും, ഈ വണ്ടിക്ക് നല്ല പവറും മൈലേജും ഒക്കെ തരുന്ന, നല്ല ഡ്രൈവിങ് നല്ല സ്മൂത്തായിട്ട് അവനവിടെ ഇടി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഡ്രൈവിങ്ങൊക്കെ നല്ല സ്മൂത്തായിട്ട് കിട്ടുന്നൊരു മോഡലാണ്. ഓക്കെ, അപ്പോൾ ഇതേ നമ്മുടെ വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെ ഇതാണ്. നമ്മൾ നേരെ ഒറ്റ ഒടിച്ച് കയറ്റി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഓൾറെഡി നമ്മുടെ ബസ് ഷെഡിൽ കിടക്കുന്ന ഒരു ബസ്സും അതുപോലത്തെ ഒരു ബസ്സും പിന്നെ ഒരു എയ്സാന്ന് തോന്നുന്നു, ഒരു മിനി പിക്കപ്പും വന്ന് കിടപ്പുണ്ട്. എന്തായാലും വണ്ടി അങ്ങോട്ടിടാം. ഓക്കെ, പോട്ടെ. ഓക്കെ, അവിടെ കിടക്കട്ടെ. ഇവിടെ ഇട്ടിട്ട് നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങാം. ഓക്കെ, ഇനി ബസ് വല്ലതും പിടിച്ച് ഇവിടുന്ന് തിരിച്ച് പോകണം, അതേ നടക്കത്തുള്ളൂ. ഓക്കെ, അയ്യോ. ഓക്കെ, നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. എന്തായാലും കുറച്ചുകൂടെ സൈഡിലോട്ട് ഇറക്കിയിട്ടിട്ട് പോവാം. ഓക്കെ, അഴുക്കൊക്കെ ചെറുതായിട്ട് പറ്റി. അതെന്തായാലും നമ്മുടെ വണ്ടി സർവീസ് ചെയ്ത് കിട്ടുമ്പോൾ എല്ലാം റെഡി ആയിട്ടേ കിട്ടത്തുള്ളൂ. ഓക്കെ, ഇവിടെ കിടക്കട്ടെ. അതാകുമ്പോൾ നമുക്ക് പോകാനും പറ്റും. ഓക്കെ, ഇനിയും ഓക്കെ, ഇപ്പോൾ കുഴപ്പമില്ല ഗൈസ്, നമുക്ക് ഇറങ്ങാനൊക്കെ പറ്റി. വാടാ, വന്ന് തടയടാ നമ്മളെ, എന്താടാ. ഓക്കെ, ഇനി നമുക്ക് കുറേ വണ്ടികൾ എടുക്കാൻ കിടക്കുന്നു. ഇന്ന് വൈകിട്ട് ഒരു എയർപോർട്ട് ട്രിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരു ബസ്സുമായിട്ട്. ഓക്കെ, അതൊക്കെ കഴിഞ്ഞിട്ട് വന്ന് അതെ ഒരു വണ്ടിയും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കുന്ന എല്ലാ അക്കൗണ്ടും ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഗൈസ്. ഓക്കെ, അപ്പം ബൈ.